ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ മോർണിംഗ് ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. രാവിലത്തെ ഒരു ആട്ടമാണ്. മുടിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കെട്ടിയവനോട് പറയുന്നുണ്ട് എനിക്കൊരു ബൈക്ക് ഷോട്ട് എടുത്ത് തരാൻ വേണ്ടിയിട്ട്. പുള്ളി 3-4 ഫോട്ടോ ഞാൻ തിരിക്കുന്ന എടുത്തിട്ട് ഗ്രൂപ്പിലിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം എൻ്റെ യൂട്യൂബ് കരിയർ വലുതാക്കാൻ. എന്ത് ചെയ്യും ഗൈസ്, അതിനെ മുടിയൊക്കെ ഞാൻ ഇരിക്കെട്ടി. ഇതൊന്നും എൻ്റെ യൂഷ്വൽ റൊട്ടീനിൽ ഇല്ലാത്തതാണ്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ആഡംബരം കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പോയി മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി. ഞാൻ ഒരു ദിവസം ഒരുപാട് തവണ മുഖം കഴുകും ഗൈസ്, ബട്ട് ഐ നെവർ യൂസ് ഇങ്ങനത്തെ ഫേസ് വാഷും ഒന്നും ഉപയോഗിക്കാറില്ല. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് സ്കിൻ കെയർ റൊട്ടീനൊന്നും ചെയ്യാത്ത ഉള്ള ആൾക്കാർ? ലൈക്ക് ഫേസ് വാഷ് ഉപയോഗിക്കില്ല, എനിക്ക് പ്രത്യേകിച്ച് ക്രീമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉപയോഗിക്കത്തില്ല. വെറും മടിയാണ് ഗൈസ്. അപ്പോൾ മുഖമൊക്കെ കഴുകി കഴിഞ്ഞു. എന്നിട്ട് ഈ കൂട്ടത്തിൽ തന്നെ നമ്മുടെ മോർണിംഗ് റൊട്ടീൻ യൂഷ്വൽ തിങ്സ് എല്ലാം ഞാൻ ചെയ്തു. അപ്പോൾ പല്ല് തേച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അനിയൻ വിളിച്ചു. അപ്പോൾ അവൻ ചോദിക്കുന്നു, നിങ്ങൾ രണ്ടിടത്താണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഞാൻ പല്ല് തേക്കുന്നു, എൻ്റെ കെട്ടിയവനോടെ കിടപ്പുണ്ട്, അവൻ ജോലി സ്ഥലത്ത് വേണം. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു മുഖത്ത്. തണുത്ത വെതർ ആയതുകൊണ്ട് ഡ്രൈ ആവാതിരിക്കുക. ഐ ബിലീവ് ഞാൻ എൻ്റെ ബോഡി ലോഷൻ തന്നെയാണ് മുഖത്തൊട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞില്ലേ അമ്മയാണ് ഇപ്പോൾ അടുക്കള ഭരണം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിരുന്നു. ചിരിച്ചോണ്ട് അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. തലേന്നത്തെ 2 ഇഡ്ഡലി 3 ഇടിയപ്പം തിന്നു. നല്ല തട്ടാണ് ഗൈസ്. ഞാൻ ഒരു ഗുണ്ടുമണിയായിട്ടുണ്ട് പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്കിനും. അടിപൊളി കറിയും അടിപൊളി ഇഡലിയൊക്കെ ആയിരുന്നു. ഞാൻ ആസ്വദിച്ചിരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു കപ്പ് ചായയായിട്ട് വന്നിരുന്ന് അതും ആസ്വദിച്ച് കുടിച്ചു. ആക്ച്വലി ഈ കപ്പ് ഒരു അണ്ടാവാണ് ഗൈസ്. കുടിച്ച തീരില്ല. അതുകൊണ്ട് കുറേ നേരം ഇരുന്ന് കുടിച്ചു. അപ്പോഴത്തേക്കിനും എൻ്റെ കെട്ടിയവൻ എണീറ്റ് വന്നു. പുള്ളി എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞാൻ എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേന് ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേന് അമ്മ പഴംപൊരി ഉണ്ടാക്കി തന്നു. അത് രണ്ടും ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു. ഇപ്പോൾ എൻ്റെ ഡ്രീം ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളും നമ്മൾ രണ്ടും കിടന്നായിരുന്നു അടുക്കളയിലെ എല്ലാ പണികളും. ഇപ്പം അമ്മ വന്നതുകൊണ്ട് അമ്മ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ റിലാക്സേഷൻ മോഡിലാണ്.